അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചർച്ചകളും മറ്റും എല്ലാം നമ്മിൽ നിന്നും സ്വാലിഹായ ഒരു സൽക്കർമ്മമായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു അടിമയ്ക്ക് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഇബാദത്തുകളിൽ അതിപ്രധാനപ്പെട്ട ഇബാദത്താണ് പരിശുദ്ധമായ നിസ്കാരം എന്ന് പറയുന്നത്. മാത്രവുമല്ല, ജനകോടികൾ ഒന്നടങ്കം ഒരുമിച്ച് കൂടുന്ന മഹ്ശറാവൻ സഭയിൽ ഒന്നാമതായി ഏതൊരടിമയോടും അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ചോദ്യം ചെയ്യുന്നതും ഈ പരിശുദ്ധമായ നിസ്കാരത്തെ സംബന്ധിച്ചാണ്. ആ നിസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ പരിപൂർണമായ രൂപത്തിൽ, പ്രതിഫലാർഹമായ രൂപത്തിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അതിൽ നാം കാണിക്കേണ്ട ഇഖ്ലാസ്, അതുപോലെ ഭയഭക്തി, അതൊക്കെ വളരെ അനിവാര്യമാണ്. പക്ഷേ ഈ ഇഖ്ലാസും അക്ഷരസ്ഫുടതയും ഒന്നും ഇല്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ്, പ്രപഞ്ച പരിപാലകനായ പടച്ച റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ആ ഒരു ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും. അള്ളാഹു അക്ബർ എന്ന തക്ബീറോടുകൂടി കൈകെട്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭൗതിക ലോകത്തിൻ്റെ ചിന്തകളാണ് നമ്മുടെ മനസ്സ് മുഴുവൻ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ലഅനത്തുല്ലാഹി ഇബ്ലീസ് എന്ന അള്ളാഹുവിൻ്റെ ശാപത്തിനർഹനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഇബാദത്തിലെ ഇഖ്ലാസും ഖുശൂഉം നശിപ്പിച്ചു കളയാൻ, നിലംപരിശാക്കാൻ അവൻ പഠിച്ച പണി 18 പയറ്റുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ആ ഇബ്ലീസിൻ്റെ വസ്വാസിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുക? ഒരു സ്വഹാബി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, ഒരു ആവലാതി പറയുകയാണ്, നബിയെ, ശൈത്വാൻ എൻ്റെ നിസ്കാരത്തിൻ്റെയും ഖിറാഅത്തിൻ്റെയും ഇടയിൽ മറയിട്ട് കൊണ്ടിരിക്കുകയാണ്, എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, യുൽബിസുഹ അലയ്യ, എനിക്ക് എൻ്റെ മേൽ ആ ഖിറാഅത്തിനെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ഓതിയ ആയത്തുകൾ ഏതാണ് ഓതിയത്, ഓതിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഓതിയ ആയത്ത് ഏതാണ്, ഇനി ഏതാണ് ഓതേണ്ടത്, ഇനി ഒരു ആയത്ത് ഓതിയാൽ ഖുർആനിൻ്റെ മറ്റ് ആയത്തുകളുമായിട്ട് കൂട്ടിക്കലരുന്നൊരു പ്രത്യേകമായൊരു അവസ്ഥയിലേക്ക് ശൈത്താൻ എന്നെ കൊണ്ടുപോകുന്നു എന്ന ആവലാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഒരു സഹാബി പങ്കുവെച്ചപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാക ശൈത്വാൻ, അത് ശൈത്വാനിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. യുഖാലു ലഹു ഖിൻസബ്, ആ ശൈത്വാനിന് പറയുന്ന പേര് ഖിൻസബ് എന്നാണ്. നമ്മുടെ നിസ്കാരത്തിൽ അള്ളാഹുവിനോടുള്ള സംസാരമാണ് ഇത്. ഞാൻ അള്ളാഹുവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രപഞ്ചനാഥൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ദുനിയാവിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നിസ്കാരമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ നിസ്കാരത്തിൽ നടക്കുന്നത് എന്ന്. ആ ഒരു അവസ്ഥാവിശേഷത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാജാണ് ഖിൻസബ് എന്ന പിശാജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശർറിനെ തൊട്ട് നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖിൻസബ് എന്നാണ് അവൻ്റെ പേര്. അവനെ നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നീ അഭയം ചോദിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് തുപ്പൽ തെറിക്കാത്ത രീതിയിൽ ഇടതുഭാഗത്ത് 3 പ്രാവശ്യം തുപ്പണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചപ്പോൾ ആ സ്വഹാബി അതുപോലെ പ്രവർത്തിച്ചു. ശേഷം ആ സ്വഹാബി പറയുകയാണ്, ഞാൻ ഇതുപോലെ ചെയ്തതിന് ശേഷം പിന്നീട് അവൻ്റെ ശർറ് എനിക്കുണ്ടായിട്ടില്ല എന്ന്. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ നിസ്കാരത്തെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മുടെ നിസ്കാരം പോകുന്നത്? കറക്റ്റായിട്ട് നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. പക്ഷേ ആ നിസ്കാരത്തിൻ്റെ ഇടയിൽ അല്ലാഹു അക്ബർ കൊണ്ട് തുടങ്ങി സലാം അവസാനിപ്പിക്കുന്നതിനിടയിൽ നമ്മുടെ നിസ്കാരത്തിൽ അള്ളാഹുവാണോ ഉള്ളത്
അതല്ല അള്ളാഹു അല്ലാത്തതാണോ ഉള്ളത് എന്ന് നമ്മൾ തന്നെ സ്വന്തം ഒന്ന് വിചാരണ ചെയ്ത് നോക്കണം. കാരണം ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ നിസ്കാരം എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. കണ്ടു കഴിഞ്ഞാൽ വളരെ ലജ്ജിപ്പിക്കുന്ന രീതിയിലാണ് പലരുടെയും നിസ്കാരം കാണുന്നത്, പ്രത്യേകിച്ച് യുവ സുഹൃത്തുക്കളൊക്കെ. ഔറത്ത് പോലും അറിയാത്ത രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആർക്കോ വേണ്ടി ഒരു കാട്ടിക്കൂട്ടൽ എന്നുള്ള നിലക്ക് ഇന്ന് ഇബാദത്തുകൾ വഴിമാറിയിരിക്കുന്നു. അത്തരത്തിലാണ് നമ്മുടെ ജീവിതശൈലി എങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കഠിന പരീക്ഷ